ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. നിങ്ങൾ 2025 ജെയ് മെയിൻ എഴുതി അതിൻ്റെ റിസൾട്ടൊക്കെ വന്നിട്ടുണ്ട്. മേ ബി ഒരു NIT IIIT പോലെയുള്ള സ്ഥാപനങ്ങൾ കിട്ടാനുള്ള സാധ്യത കുറവാണ് എന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആർമിയിൽ എഞ്ചിനീയറിംഗ് പഠിക്കാം. 10ാം ക്ലാസ്സും +2 കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസിൻ്റെ ടെക്നിക്കൽ എൻട്രി സ്കീം എന്ന് പറയുന്ന സ്കീമിലൂടെ 90 ഒഴിവുകളാണ് ഇന്ത്യൻ ആർമിയിലുള്ളത്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ജൂൺ 12 ലാസ്റ്റ് ഡേറ്റ്. അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ആണ് ഞാനിവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളത്. joinindianarmy.nic.in എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ്. ആ സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാനുള്ള ഓഫീസേഴ്സ് എൻട്രി അപ്ലൈ ലോഗിൻ എന്ന് പറയുന്ന ഈ ബട്ടണിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ജസ്റ്റ് നമ്മൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുന്നേ ഇതാണ് രജിസ്ട്രേഷൻ ചെയ്യുന്ന പേജ്. ഇവിടെ നമുക്ക് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതിന് ആപ്ലിക്കേഷൻ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിൻ്റെ പ്രോസ്പെക്ടസ് ഉണ്ട്. എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം. Now എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്, നമുക്ക് അവിടെ നോട്ടിഫിക്കേഷൻ നോക്കാം. ഇതാണ് ഇന്ത്യൻ ആർമി റിലീസ് ചെയ്തിട്ടുള്ള നോട്ടിഫിക്കേഷൻ. 10+2 ടെക്നിക്കൽ എൻട്രി സ്കീം. അതിൻ്റെ ബേസിൽ 90 ഒഴിവുകൾ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 90 വേക്കൻസീസ് ആണ് പറയുന്നത്. ബട്ട് ആ വേക്കൻസീസ് ഫിക്സഡ് അല്ല. അവരുടെ ഈ പറയുന്ന നമ്മൾ സെലക്ഷനൊക്കെ ആകുന്ന ഒരു സമയം ആകുമ്പോഴേക്ക് എത്രയാണോ വേക്കൻസി പ്രോപ്പർ ആയിട്ടുള്ളത് അത്രയും സെലക്ഷൻ മാത്രമേ നടത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ടൈപ്പ് ഓഫ് എൻട്രി ടെക്നിക്കൽ എൻട്രി സ്കീമാണ്. 2026 ജനുവരിയിലാണ്. അതായത് ഇപ്പോൾ അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് നമുക്ക് ജെയ് മെയിൻ്റെ സ്കോറാണ് പരിഗണിക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ജെയ് മെയിൻ 2025 സ്കോറാണ് പരിഗണിക്കുന്നത്. മറ്റ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട്. നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിൽ 60% അഗ്രിഗേറ്റ് സ്കോർ ഉണ്ടായിരിക്കണം. അതൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് സർവീസസ് സെലക്ഷൻ ബോർഡിൻ്റെ ഇൻ്റർവ്യൂ, അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷൻ ആൻഡ് ഫിസിക്കൽ എക്സാമിനേഷൻ, ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്ന ആളുകൾക്കാണ് ഇതിലേക്ക് സെലക്ഷൻ കിട്ടുന്നത്. അത് കഴിഞ്ഞ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ജനുവരി 2026 ആവും. അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. നൗ ഏജ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഏജ് ആണ്. 16.5 വയസ്സിനും 19.5 വയസ്സിനും ഇടയ്ക്കായിരിക്കണം. കൃത്യമായിട്ട് ജനുവരി 1 അതായത് 2026 ജനുവരി 1 ആകുമ്പോൾ 16.5ക്കും 19.5 വയസ്സിനും ഇടയിലായിരിക്കണം. ഇനി വേറെ കൃത്യമായ ഡേറ്റും പറഞ്ഞിട്ടുള്ളത് ജൂലൈ 2, 2006 മുന്നേ ജനിച്ചവരാവരുത്. അതേപോലെ തന്നെ ജൂലൈ 1, 2009 ശേഷം ജനിച്ചവരും ആവരുത് എന്ന് കൃത്യമായ. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ ഇതിൻ്റെ ഇടയ്ക്കാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ആൻഡ് ദിസ് ഈസ് ഓൺലി ഫോർ അൺമാരീഡ് മെയിൽ എന്ന് വെച്ചാൽ മെയിൽ സ്റ്റുഡൻസിന് മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമാണ്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് കഴിഞ്ഞ് +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് അഗ്രിഗേറ്റ് 60% ആൻഡ് എബവ് ആയിരിക്കണം. ആൻഡ് അപ്പിയർഡ് ഇൻ ജെയ് മെയിൻസ്. ജെയ് മെയിൻസ് നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി അതിൻ്റെ ഒരു പ്രൊസീജിയർ പറഞ്ഞുള്ളത് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അതായത് നേരത്തെ കാണിച്ച joinindianarmy.nic.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് ആധാർ കാർഡ്, +2ൻ്റെ മാർക്ക് ലിസ്റ്റ്, 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ്, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിന് വേണ്ടിയിട്ട് SSLC മാർക്ക് ലിസ്റ്റ് എന്നൊക്കെ പറയുന്ന എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കൊടുത്ത് അപ്ലൈ ചെയ്യുന്നു. അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഓക്കെ, അതിന് എന്തൊക്കെ ക്രൈറ്റീരിയകളാണെന്നുള്ളത് പറഞ്ഞില്ല, ബട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അതിനുശേഷം സർവീസ് സെലക്ഷൻ ബോർഡിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടാവും. അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും. ഓക്കെ, അതിൽ ഫിസിക്കൽ ട്രെയിനിങ്ങും കാര്യങ്ങളും അതിൻ്റെ അതായത് 2.4 കിലോമീറ്റർ 10 മിനിറ്റ്സ് അറൗണ്ട് 10-11 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ഓടി തീർക്കണം. നിങ്ങൾക്ക് 40 പുഷപ്സ് വേണം. അതേപോലെ തന്നെ 4 6 പുള്ളപ്സ് വേണം. ഇങ്ങനെയുള്ള ക്രൈറ്റീരിയകളൊക്കെ നമ്മൾ ഇതിൽ വരുമ്പോൾ കാണുന്നുണ്ട്. അതിനുശേഷം ഒരു മെറിറ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അതിനുശേഷമാണ് ജോയിനിങ് വരുന്നത്. നൗ ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ ഓഫ് കട്ട് ഓഫ് പെർസെൻറ്റേജ് ഫോർ മാർക്ക് ലിസ്റ്റ് ഫോർ ഷോർട്ട് ലിസ്റ്റിംഗ്. അപ്പോൾ ജെയ് മെയിൻസിന്റെ മാർക്ക് ബേസ് ചെയ്തിട്ടാണ്, സ്കോർ ബേസ് ചെയ്തിട്ടാണ് ആദ്യത്തെ ഷോർട്ട് ലിസ്റ്റിംഗ് സംഭവിക്കുന്നത്. അതിന്റെ ഒരു ഡേറ്റ് പബ്ലിക്കേഷൻ ഫസ്റ്റ് വീക്ക് ഓഫ് ജൂലൈ. സോ ജൂൺ 12 ആണ് ഇതിന്റെ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ജൂലൈയിലോടുകൂടി അതിന്റെ ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റിംഗ് വരും. പിന്നെ അതിനുശേഷം 5 days ഓഫ് SSB സർവീസസ് സെലക്ഷൻ ബോർഡിന്റെ ഇന്റർവ്യൂ ആണ്. അത് ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ആയിട്ടുള്ള ഒരു സമയത്താണ് നടക്കുന്നത്. അതിനുശേഷം അതായത് ജൂലൈയിലാണ് ഏത് ഡേറ്റിൽ നമുക്ക് ചെല്ലാൻ പറ്റും. അതേപോലെ തന്നെ ബാക്കി കാര്യങ്ങൾ ഏതൊക്കെയാണ് ഒരുപാട് സെന്ററുകൾ പറയുന്നുണ്ട്. സോ ജലന്ധർ, ഭോപ്പാൽ പോലെയുള്ള സെന്ററുകൾ പറയുന്നുണ്ട്. സോ അത് എവിടെയാണ് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ പിന്നീടുള്ള കാര്യമാണ്. പിന്നെ വരുന്ന കാര്യങ്ങൾ 3 വർഷം ആയിട്ട് കാഡറ്റ്സ് ട്രെയിനിങ് ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി, അതായത് 3 വർഷം കാഡറ്റ്സ് ട്രെയിനിങ് വിങ്ങിലും അതേപോലെ തന്നെ അതിനുശേഷം ലാസ്റ്റ് 1 year ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിലുമാണ് നമ്മുടെ ട്രെയിനിങ് പീരീഡ് ഉണ്ടാകുന്നത്. ഡ്യൂറേഷൻ ഓഫ് ട്രെയിനിങ് ടോട്ടൽ 4 years ആണ്. അതിൽ 3 years ആദ്യം പറഞ്ഞ സ്ഥലത്തും ലാസ്റ്റ് 1 year രണ്ടാമത് പറഞ്ഞ സ്ഥലത്തുമാണ്. അതിനുശേഷം നമുക്ക് കിട്ടുന്ന ഡിഗ്രി എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ്. എഞ്ചിനീയറിംഗ് ഡിഗ്രി പ്രൊവൈഡ് ചെയ്യുന്നത് JNUയുടെ ഡിഗ്രി ആണെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഇനി ലാസ്റ്റ് 1 year നിങ്ങൾക്ക് 56,100 rupees പെർ മന്ത് സ്റ്റൈപ്പൻഡ് ലഭിക്കും.
ഓക്കെ. എന്നിട്ട് നിങ്ങൾ ഈ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുകയാണ്, എല്ലാം കറക്റ്റ് ആണ്, ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർമിയിലേക്ക് നേരിട്ട് ജോയിൻ ചെയ്യാം. ലെഫ്റ്റനന്റ് ആയിട്ടാണ് നിങ്ങൾ ആർമിയിൽ ജോയിൻ ചെയ്യുന്നത്. സോ അതിന്റെ ഒരു പേ ഗ്രേഡും പറഞ്ഞിട്ടുണ്ട്. പേ ഗ്രേഡ് ലെവൽ 10 എന്ന് പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ, അതായത് കോസ്റ്റ് ഓഫ് ദ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ 17 to 18 lakh per annum എന്ന് വെച്ച് കഴിഞ്ഞാൽ അറൌണ്ട് 1 lakh അല്ലെങ്കിൽ 1.5 ലാക്കിന്റെ റേഞ്ചിൽ വരുന്ന ഒരു സാലറിയിലാണ് നിങ്ങൾ അപ്പോയിന്റ് ആകാൻ പോകുന്നത്. അതൊരു പെർമനന്റ് കമ്മീഷന്റെ ജോബാണ്. അത് കൂടാതെയുള്ള ഒരുപാട്, നിങ്ങൾക്കറിയാം ആർമിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരുപാട് അലവൻസസ്, മറ്റു പല കാര്യങ്ങളും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഈവൻ ലൈക്ക് നിങ്ങളെ കുട്ടികളുണ്ടാവുന്ന സമയത്ത് അവരുടെ സ്കൂൾ എഡ്യൂക്കേഷന് വേണ്ടിയുള്ള അലവൻസ് വരെ അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. അതേപോലെ തന്നെ സ്റ്റുഡൻസിന് സർവീസ് കോട്ടയുടെ അങ്ങനെയുള്ള സർവീസ് കോട്ട റിസർവേഷൻസ് പോലത്തെ കാര്യങ്ങളും ലഭിക്കും. അപ്പോൾ നോട്ടിഫിക്കേഷനിൽ മറ്റ് കാര്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരുപാട് ക്രൈറ്റീരിയകൾ പറയുന്നുണ്ട്. സോ അപ്ലിക്കേഷൻസ് ആർ ഇൻവൈറ്റഡ് അൺമാരിഡ് മെയിൽ പറഞ്ഞിട്ട് JEE മെയിൻസ് ആൻഡ് അപ്പിയർഡ് ഇൻ 2025 JEE മെയിൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആണ് ക്രൈറ്റീരിയ. നാഷണാലിറ്റി അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞതിന് ശേഷം ഏജ് ലിമിറ്റ് ഇവിടെ വീണ്ടും വ്യക്തമായിട്ട് നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് വീണ്ടും മെൻഷൻ ചെയ്യുന്നുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആണ്. മെഡിക്കൽ എക്സാമിനേഷൻ ആൻഡ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് അതിൽ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും എന്ന് പറയുന്നു. നൗ വേക്കൻസീസ് 90 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് ദർ ഈസ് എ ക്രൈറ്റീരിയ. ദ വേക്കൻസീസ് ആർ സബ്ജക്ട് ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് കീപ്പിംഗ് ദ ഓർഗനൈസേഷണൽ റിക്വയർമെന്റ് അറ്റ് ദ പോയിന്റ് ഓഫ് ടൈം. അതായത് എപ്പോൾ ആർമിക്ക് എത്ര വേണോ അതിനനുസരിച്ചാണ് നമ്മൾ ആ വേക്കൻസീസ് അല്ലെങ്കിൽ എത്രത്തോളം കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം. ട്രെയിനിങ് പ്രോഗ്രാംസിനെ പറ്റി പറഞ്ഞത് phase 1, phase 2 ആയിട്ട് 2 പ്രോഗ്രാംസ് ആണ്. അവാർഡ് ഓഫ് ഡിഗ്രി, എഞ്ചിനീയറിംഗ് ഡിഗ്രി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. മറ്റൊരു കാര്യം, ഇതിന്റെ കോസ്റ്റ് ഓഫ് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു എമൗണ്ട് ഇൻ കേസ് നിങ്ങൾ ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണ്, ജോയിൻ ചെയ്ത് ട്രെയിനിങ് ഒക്കെ തുടങ്ങിയതിന് ശേഷം ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അത് പേ ചെയ്യണം. അതല്ല എങ്കിൽ നിങ്ങൾ അവിടെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഈ കാണുന്ന കോസ്റ്റ് ആക്ച്വലി നിങ്ങൾ ബെയർ ചെയ്യേണ്ടതല്ല, അത് ഗവൺമെന്റ് ബെയർ ചെയ്യുന്ന കോസ്റ്റ് ആണ്. നിങ്ങൾ ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ മാത്രം ആ കാണുന്ന കോസ്റ്റ് അത്രയാണ്. അത് അവിടെ നമ്മൾ പെനാൽറ്റി പോലെ കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് അവിടുന്ന് വിട്ടുപോരാൻ സാധിക്കുകയുള്ളൂ. ഇനി നിങ്ങൾക്ക് പ്രൊമോഷൻ സാധ്യതകൾ, അതായത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ലെഫ്റ്റനന്റ് ആയിട്ടാണ്, അവിടുന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് ക്യാപ്റ്റൻ, മേജർ, ലെഫ്റ്റനന്റ് കേണൽ എന്നൊക്കെ പറയുന്ന, അതായത് ജനറൽ, ആർമിയുടെ ജനറൽ ആകുന്ന ലെവലിൽ വരെ പ്രൊമോഷൻ സാധ്യതകളിലാണ്. അതേപോലെ തന്നെ അതിന്റെ പേ ഗ്രേഡ്, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള പേ ഗ്രേഡ് 56,000 to 1,77,000 ഇടയിൽ വരുന്ന ഒരു പേ ഗ്രേഡിലാണെങ്കിൽ അവിടുന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് പ്രൊമോഷൻ സാധ്യതയുള്ള ഓരോ ലെവലിലേക്കും അതിന്റെ പേ ഗ്രേഡ് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം വരുന്നതൊക്കെ നിങ്ങൾക്ക് വരുന്ന മെയിൻ്റെനൻസ്, അലവൻസ്, അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞതിന് ശേഷം ആ മെഡിക്കലും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. മെഡിക്കൽസിൽ നിങ്ങൾ ചെയ്യേണ്ടി വരുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത് റൺ ചെയ്യുന്നത് 2.4 കിലോമീറ്റർ 10 മിനിറ്റ് 10 മിനിറ്റ് സമയം കൊണ്ട്, പുഷപ്സ്, പുള്ളപ്സ്, സിറ്റപ്സ്, സ്ക്വാഡ്സ്, ലഞ്ചസ് എന്നൊക്കെ പറയുന്ന ഫിസിക്കൽ എക്സാമിനേഷൻ്റെ, മെഡിക്കൽ എക്സാമിനേഷൻ്റെ ക്രൈറ്റീരിയാസ് ആണ് ഈ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർമിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, ഈ വർഷത്തെ JEE മെയിൻ എക്സാം നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന, ഒരു തരി പോലും നമ്മൾ ഫീസ് കൊടുക്കാതെ തന്നെ കംപ്ലീറ്റ് ട്രെയിനിങ്ങും അത് കഴിഞ്ഞ് ഓഫ് കോഴ്സ് നമ്മൾ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പോയാൽ പ്ലേസ്മെന്റിന് ഇരിക്കുന്നത് പോലെ അങ്ങനെ ഒരു പ്ലേസ്മെന്റ് പോലും ഇല്ല. നിങ്ങൾ സെലക്ഷൻ ആയി കഴിഞ്ഞാൽ ഷുവർ നിങ്ങൾ എന്തായാലും ആർമിയിൽ ഒരു ലെഫ്റ്റനന്റ് ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ നിർബന്ധമായിട്ടും ഉടനെ തന്നെ അപ്ലൈ ചെയ്യുക. June 12 ആണ് ലാസ്റ്റ് ഡേറ്റ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്.